രംഗ പ്രയാസമായിരിക്കും ഈ ഘട്ടത്തിൽ. അവർ തന്നെ വലിയ പ്രയാസത്തിലായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ഈ വെള്ളം മാറി ഒരു നല്ല സ്ഥലത്തേക്ക് എത്തിയാൽ മതി എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആരോടെങ്കിലും സംസാരിക്കാൻ കഴിയുമോ സാരംഗിന്? രാവിലെ വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. രാവിലെ ഒരു മുട്ടോളെ വെള്ളം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കൂടുതലായി. ഓരോ മണിക്കൂർ കഴിയുന്നേരം വെള്ളം കൂടി വരുന്നു. പല വീടുകളും വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പുറത്തെ കരക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു മഴയത്താണ് ഒരു വീട് വീണത്. അതേ അവസ്ഥയിലേക്കാണ് ഈ പ്രാവശ്യവും പോകുന്നത്. അങ്ങനത്തെ ഒരു ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ രാവിലെ മുതലേ ഇങ്ങനെ ഓരോ ക്യാമ്പ് ചെയ്തിട്ട് സാധനങ്ങൾ മാറ്റി കൊടുക്കലും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വളരെ മോശം. രണ്ടാമത് ഇപ്പോൾ കുറച്ചാൾ മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീം വന്ന് മാറ്റിയിട്ടുണ്ട്. കുറേ ആൾ മേലിൽ നിൽക്കുക അങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അതും മാറ്റേണ്ടി വരും. ബുദ്ധിമുട്ടാവും. വെള്ളം പുറമേന്ന് വെള്ളം വരുന്നുണ്ടല്ലോ, മറ്റുള്ള ഇതിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലോ. മഴ പെയ്യുന്നതിന് കണക്കായിട്ട് പുറമെന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി വന്ന് ഇതിന് ഞങ്ങൾ കടലിലേക്ക് പോകണം. ഇല്ല ഇല്ല ഇല്ല, തോട് ക്ലീൻ ചെയ്തോണ്ടാ ഇത്രയും അവസ്ഥ. നല്ലതായി, അല്ലെങ്കിൽ എല്ലാം ഇതായിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇതാക്കിയില്ലല്ലോ JCB വെച്ചിട്ട് തോട് മൊത്തം ക്ലീൻ ചെയ്തിന്. ഇപ്പോൾ ഒന്നുമില്ല, ഒരു ബ്ലോക്ക് എന്ന് പറയാൻ ഒന്നുമില്ല. കഴിഞ്ഞ തവണ എല്ലാം തോട് ഫുള്ളായിട്ട് കല്ലും ചളിയെല്ലാം ആയിട്ടേ അപ്പോൾ ആ പ്രശ്നമില്ല. തോട് നല്ല ക്ലീനാ. കണ്ടത് പാമ്പിനെല്ലാം ഇടുന്ന് കണ്ടില്ല. ഇങ്ങനെ പാമ്പെല്ലാം പോകുന്നു, ചെറുജന്തുക്കളിങ്ങനെ മുതലാക്കി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ വണ്ടിയൊന്നും ഇപ്പോൾ എല്ലാം ഇപ്പോൾ ആ റോഡെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടുള്ള കാണുന്നവർക്ക് ഒരു രസമാണ്. പക്ഷേ അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ദുരിതം അറിയാം. കാണുന്നവർക്ക് ഒരു ചുറ്റും നിന്നിട്ട് നോക്കി നിൽക്കാൻ ഭയങ്കര. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. കാണുന്നവർക്ക് ഇതിൻ്റെ ദുരിതം അറിയില്ല, കാണുന്നവർക്കൊരു രസമാണ് എന്നുള്ള രീതിയിലുള്ള അത്രയും ദയനീയമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ പാമ്പുകളെ കാണുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഇവിടെയുള്ള തോട് പൂർണ്ണമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട്, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഈ നിലയിലെങ്കിലും വെള്ളക്കെട്ട് ഇവിടെ നിയന്ത്രിക്കാനായത് എന്നാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. മാത്രമല്ല ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ വീണ്ടും മഴ ചെറിയ തോതിൽ ചാറി തുടങ്ങിയിരിക്കുന്നു. ഇടവിട്ട ചെറിയ മഴച്ചാറ്റലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ മഴ വീണ്ടും ഇവിടെ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അതായത് 3 മണിക്കൂർ മഴ മാറി നിന്നിട്ടും വെള്ളം ഇറങ്ങിയിരുന്നില്ല. കണ്ണൂരിൽ റെഡ് അലേർട്ടാണ്. പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഇപ്പോൾ വീണ്ടും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇളയാവൂർ ഭാഗത്ത് എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളും ഈ താഴേച്ചുവ ഭാഗത്ത് തന്നെയാണ്. അവിടെ ഉരുളിയിലൊക്കെ ആളുകളെ, പ്രായമായവരെ കയറ്റി അവിടെ നിന്ന് വീടുകളിൽ നിന്ന് മാറ്റുകയാണ്. റോഡൊന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ് സാഹചര്യങ്ങൾ. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമാവുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. കണ്ണൂരിൽ പ്രത്യേകിച്ച് പേമാരി പെയ്ത്താണ്. മഴ മാറി നിന്നിട്ടും വെള്ളം ഇറങ്ങുന്നില്ല. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ്. വളപട്ടണം പുഴ, അവിടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താഴേച്ചുവയ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. പറശ്ശിനിക്കടവിലൊക്കെ ബോട്ട് സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. മട്ടന്നൂരിൽ നമ്മൾ കണ്ടതാണ് രാവിലെ കാറ് വെള്ളത്തിൽ മുങ്ങുന്നത്. അഞ്ചരക്കണ്ടിയിൽ കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീണു. അതിലൂടെ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്.